ഒരാൾ 4 സ്ത്രീകളെ കല്യാണം കഴിക്കുന്നു. ആ 4 സ്ത്രീകളെയും പറ്റിക്കുന്നു. അവരുടെ സ്വർണ്ണമൊക്കെ ആയിട്ട് അയാൾ മുങ്ങുകയാണ്. ഇത് ഞാൻ ഒരു സിനിമയിലെ കഥയല്ല പറഞ്ഞത്. ഈ അടുത്ത സമയത്ത് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു വെബ് സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. നാഗേന്ദ്ര ഹണിമൂൺ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് സുരാജ് വെഞ്ഞാറമൂട് ഒരു നാട്ടുപുറത്തുകാരനായിട്ടാണ് കാണിക്കുന്നത്. അതിനകത്ത് പുള്ളിക്കാരന് ക്യാഷിന് ആവശ്യം വരാൻ നേരത്ത് സ്ത്രീകളെ പോയി കല്യാണം കഴിക്കും. അവരുടെ പൈസയായിട്ട് മുങ്ങുന്നതാണ് ആ സിനിമയുടെ ഒരു പ്രമേയം എന്ന് പറയുന്നത്. ഇത് റിയൽ ലൈഫിൽ നടന്ന ഒരു കഥയാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. ഇത് സ്ത്രീകൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കാണുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളുണ്ട്. ഇതിനകത്ത് പലതും എനിക്ക് ദഹിക്കുന്നില്ല ഈ വാർത്തയ്ക്കകത്ത് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാൻ ഈ വാർത്ത ഇവിടെ വായിച്ച് കേൾപ്പിച്ചു തരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ പത്തനംതിട്ടയിലാണ് വിഷയം നടക്കുന്നത്. കള്ളം പറഞ്ഞ് 4 സ്ത്രീകളെ വിവാഹം കഴിച്ച വിവാഹ തട്ടിപ്പുകാരൻ അറസ്റ്റിൽ. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ ദീപു ഫിലിപ്പ് 36 അറസ്റ്റിലായത്. പുള്ളിക്കാരൻ്റെ 36 വയസ്സേ ഉള്ളൂ. 4ാം ഭാര്യയുടെ സമയോചിതമായ ഇടപെടലാണ് ദീപുവിനെ കുടുക്കിയത്. അനാഥനാണെന്ന് നുണ പറഞ്ഞ് ദീപു യുവതികളുമായി അടുക്കാറുള്ളത്. തനിക്ക് ആരുമില്ലെന്ന് ഒറ്റപ്പെട്ടുകൊണ്ടുള്ള ജീവിതം വലിയ വേദന ഉണ്ടാക്കുന്നുവെന്നും ഇയാൾ യുവതികളോട് പറയും. തുടർന്ന് തനിക്കൊപ്പം ജീവിക്കാനായി ഇവരെ പ്രേരിപ്പിക്കും. ദീപുവിനോട് സഹതാപം തോന്നുന്ന യുവതികൾ ഇതിന് വഴങ്ങും. ഇതോടെ ഇയാൾ തൻ്റെ തട്ടിപ്പ് നടപ്പാക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. വിവാഹശേഷം യുവതികളെ ഇയാൾ ലൈംഗികമായി ഉപയോഗിക്കും. ഇയാളുടെ വിശ്വാസം പിടിച്ചുപറ്റി കൈവശമുള്ള സ്വർണവും പണവും നേടിയെടുക്കും. ഇതിനുശേഷം ഇയാൾ യുവതികളെ ഉപേക്ഷിച്ച് കടന്നുകളയും. പിന്നീട് അന്വേഷിച്ചാലും ഇയാളെ കണ്ടെത്താൻ കഴിയില്ല. ഈ സ്വർണവും പണവും കഴിഞ്ഞാൽ അടുത്ത ഇരയെ തേടി ഇയാൾ പോകും. കാസർഗോഡ് സ്വദേശിനിയായ യുവതിയെ വിവാഹം ചെയ്തുകൊണ്ടായിരുന്നു ദീപു തട്ടിപ്പ് തുടക്കമിട്ടത്. അനാഥനാണെന്ന് പറഞ്ഞ് 10 ദിവസം കൊണ്ടായിരുന്നു ഇയാൾ യുവതിയെ വിവാഹം കഴിച്ചത്. 10 ദിവസം കൊണ്ട് അനാഥനാണെന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ഈ സ്ത്രീയെ വിവാഹം കഴിച്ചു. ഇത് 10 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിലേക്കൊക്കെ ഒരു സ്ത്രീ കടന്നു ചെയ്തത്? അപ്പം നിങ്ങൾക്ക് ബോധമില്ല യഥാർത്ഥത്തിൽ? അല്ല, എൻ്റെ സംശയമാണ്. ഒരു 10 ദിവസം കൊണ്ട് അനാഥനാണെന്ന് പറയും. ഒരു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ബാക്ക്ഗ്രൗണ്ടെങ്കിലും ചെക്ക് ചെയ്യണമെന്ന് തോന്നാനുള്ള ഒരു ബോധം സ്ത്രീകൾക്കില്ലേ? അല്ല, ഇത് എങ്ങനെ പിന്നെ കല്യാണം? നമ്മുടെ നാട്ടിൽ തന്നെ എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ കഴിയുമ്പോഴൊരു കല്യാണം നടന്ന് കിട്ടുന്നത്. അപ്പോഴാണ് 10 ദിവസം കൊണ്ടുവരുന്നതിനെ കാണുന്നു. പെട്ടെന്ന് പോയി ഒരു സ്ത്രീ അയാൾ ഉടങ്ങി ജീവിക്കുകയാണ്. ഈ ബന്ധത്തിൽ 2 കുട്ടികളുണ്ട്. യുവതിയുടെ കൈവശമുള്ള പണം സ്വർണം കൈക്കലാക്കിയ ശേഷം ഇയാൾ ഇവരെ ഉപേക്ഷിക്കുകയായിരുന്നു. ഇതിനുശേഷം കാസർഗോഡ് മറ്റൊരു യുവതിയുമായി സൗഹൃദത്തിലായി. പിന്നീട് ഈ യുവതിയുമായി തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു. ആ വെബ് സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ സംഭവം, സെയിം സാധനം തന്നെ, സെയിം. ഇവിടെ കുറച്ചു കാലം താമസിച്ച് യുവതിയുടെ സ്വർണവും പണവും കൈക്കലാക്കിയ ശേഷം ഇയാൾ ഇവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു. പിന്നീട് എറണാകുളത്തെത്തി ഇയാൾ മറ്റൊരു സ്ത്രീയുമായി ബന്ധം സ്ഥാപിച്ചു. ഇതിനിടെ ആലപ്പുഴ സ്വദേശിയായ യുവതിയുമായി ഇയാൾ അടുപ്പത്തിലായി. ഇതോടെ എറണാകുളം സ്വദേശിയെ ഉപേക്ഷിച്ച് ആലപ്പുഴ സ്വദേശിയെ ആർത്തുങ്കലിൽ വെച്ച് വിവാഹം ചെയ്തു. 4 സ്ത്രീകളെ ഇയാൾ കല്യാണം കഴിച്ചു. ഈ 4 സ്ത്രീകൾക്കും ഇയാൾ അനാഥനാണെന്ന് പറഞ്ഞു. ഓക്കെ, ഒരു കുഴപ്പമില്ല, എന്നാൽ നമുക്ക് കെട്ടാം എന്നുള്ള രീതിയിലാണ് ഈ സ്ത്രീകളൊക്കെ നിൽക്കുന്നത്. എനിക്ക് ഇതിൻ്റെ ലോജിക്ക് ഈ സാധനം എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിനിടെയാണ് ഈ യുവതിയും ദീപുവിൻ്റെ 2ാം ഭാര്യയായ കാസർഗോഡ് സ്വദേശിനിയും തമ്മിൽ ഫേസ്ബുക്കിലൂടെ സൗഹൃദത്തിലാകുന്നത്. ആലപ്പുഴ സ്വദേശിനിയുടെ ഫേസ്ബുക്കിൽ ഭർത്താവിൻ്റെ ചിത്രങ്ങൾ കണ്ടതോടെ കാസർഗോഡ് സ്വദേശിനി നടന്ന സംഭവം ആലപ്പുഴ സ്വദേശിയോട് വിവരിക്കുകയായിരുന്നു. അടുത്തിടെ മുൻപുണ്ടായ വാഹനവുമായി ബന്ധപ്പെട്ട് കേസിൽ ഇൻഷുറൻസ് തുകയായി 3.5 ലക്ഷം രൂപ കിട്ടിയിരുന്നു. ഇതിനുശേഷം ഇയാളുടെ സ്വഭാവം വലിയ മാറ്റം വന്നതായി ആലപ്പുഴ സ്വദേശിക്ക് തോന്നിയിരുന്നു. ദീപുവിന് തന്നോട് താല്പര്യം കുറയുന്നുവെന്ന് മനസ്സിലാക്കിയതോടെ ആലപ്പുഴ സ്വദേശി പോലീസിൽ പരാതി നൽകിയെന്നുള്ള രീതിയിലാണ് വാർത്ത വരുന്നത്. 4 കല്യാണങ്ങൾ, അതിൽ കുട്ടികൾ, ഇവരുടെ സ്വർണവും പൈസയൊക്കെ ആയിട്ട് അളിയൻ ഓടുകയാണ്. കല്യാണം കഴിക്കുന്നു പോകുന്നു. ഇവിടെ 10-30 വയസ്സ് കഴിഞ്ഞാൽ വെറുതെ ആൾക്കാർ പെണ്ണ് കണ്ടിരുന്ന് നടക്കുന്ന കാലത്താണ്. അപ്പോൾ ഗൾഫിൽ ജോലിയുണ്ട്, നാട്ടിൽ ജോലിയുണ്ട്, സർക്കാർ ജോലിക്കാരനല്ലാത്തത് കൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല എന്നൊക്കെ പ്രശ്നം പറ്റി ഇവിടെ ആൾക്കാർ നിൽക്കുന്ന സമയത്താണ് 4 കല്യാണങ്ങൾ പുള്ളിക്കാരനെ കഴിയും. അതിനകത്ത് കുട്ടികൾ, ഇവരുടെ 4 പേരെയും പറ്റിച്ചിട്ട് പുള്ളിക്കാരൻ ക്യാഷുമായിട്ട് മുങ്ങുന്നതാണ് പ്രധാനപ്പെട്ട പരിപാടി. ഒരു കല്യാണം വരാൻ നേരത്ത് ഞാൻ ചോദിക്കട്ടെ, ഒരു കല്യാണം വരാൻ നേരത്ത് ഒരു 10 ദിവസം കൊണ്ട് ഒരാളെ കല്യാണം കഴിക്കാൻ ഒരു സ്ത്രീ, ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നില്ല, ഇയാൾ ആരാ, ഏത് നാട്ടിൽ നിന്ന് വരുന്നത്, ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പോലും ഈ 4 സ്ത്രീകൾക്കും പറ്റുന്നില്ലെന്ന് എനിക്കിത് എൻ്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് എന്ന് ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോഴാണ് അറിയുന്നത്. നമ്മൾ സാധാരണ ഈ നഗേന്ദ്രൻ ഹണിമൂൺസ് എന്ന് പറഞ്ഞ ആ വെബ് സീരീസ് കണ്ടിട്ട് നമ്മൾ ചുമ്മാ കണ്ടുവിട്ടു. ഇത് റിയൽ ലൈഫിൽ 4 പേരെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറയാൻ നേരത്ത്, അതിൽ കുട്ടികളുണ്ടെന്നൊക്കെ പറയാൻ നേരത്ത്, 4 പേരെയും പറ്റിച്ചു എന്നൊക്കെ പറയാൻ നേരത്ത് യഥാർത്ഥത്തിൽ ആരാ മണ്ടൻ? വല്ലവരും വന്ന് എന്തെങ്കിലും ഒരു ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു പോകുന്ന ആരാ മണ്ടൻ? നിങ്ങൾ തട്ടിപ്പിന് നിന്നു കൊടുത്തു എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്. എങ്ങനെയാണ്, ഇവിടെ സാധാരണ ഒരു കല്യാണം കഴിയാൻ നേരത്ത് ചെറുക്കൻ്റെ ഹിസ്റ്ററി ഫുള്ള്
നാട്ടുകാരോട് ചോദിക്കും, മനസ്സിലാക്കും, പെണ്ണിൻ്റെ ഹിസ്റ്ററി ഫുൾ അറിയും. ഇതെല്ലാം കഴിയുമ്പോഴൊരു കല്യാണത്തിലേക്കൊക്കെ എത്തുന്നത്. മാക്സിമം നമ്മൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും എന്തെങ്കിലും ഉടായിപ്പുണ്ടോ എന്ന്. ഇതൊന്നുമില്ലാതെ 4 പേര് കല്യാണം കഴിച്ച് ഒരാളെ കൂടെ ജീവിച്ചു, പുള്ളിക്കാരൻ തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ പേജ് കാണുന്ന ഫോളോ ചെയ്യുക. ഒരു കല്യാണമല്ലേ കഴിക്കുന്നത്, കുഴിമന്തി അല്ലല്ലോ. കുഴിമന്തി ആണെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് മേടിച്ച് കഴിച്ചാൽ മതി. കല്യാണം കഴിക്കാൻ നേരത്ത് 10 ദിവസം കണ്ടവൻ്റെ കൂടെ ഒക്കെ ഓരോരുത്തർ ഇറങ്ങിപ്പോവുകയാണ്. 4 പേരെ ഒരാൾ പറ്റിക്കുകയാണ്. അനാഥനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ലല്ലേ, ഒരു പ്രശ്നമില്ല.